ഓൺലൈൻ തട്ടിപ്പ് നമ്മുടെ നാട്ടിൽ ഒരുപാട് വർദ്ധിച്ചു വരികയാണ് അല്ലേ? വെർച്വൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. അതേ രീതിയിലുള്ള തട്ടിപ്പുകളാണ് ഈ ചലാൻ്റെ പേരിൽ നടക്കുന്നത്. ഇപ്പോൾ വെർച്വൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ലിങ്കിൽ കൊടുത്തേക്കാം. ഇനി ഓൺലൈൻ തട്ടിപ്പ് എന്നാൽ നമ്മളെ വാഹനത്തിൻ്റെ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് AI ക്യാമറ വഴിയോ സ്പീഡ് ക്യാമറ വഴിയോ അല്ലെങ്കിൽ നേരിട്ടുള്ള ചെക്കിങ്ങിലോ എന്തെങ്കിലും നമുക്ക് നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ചലാൻ അയക്കൂലേ? ആ ചലാൻ വഴി നമുക്ക് പൈസ അടയ്ക്കേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട തട്ടിപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. SMS വഴിയും മെസ്സേജുകൾ വഴിയും എല്ലാമാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടക്കുന്നത്. എമൗണ്ട് അടയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ നിയമലംഘനം ഉണ്ടായിട്ടുണ്ടെന്നും അതിന് എമൗണ്ട് അടയ്ക്കണമെന്ന് പറഞ്ഞുമാണ് തട്ടിപ്പുകൾ നടക്കുന്നത്. ഇത്തരം തട്ടിപ്പുകൾ സൂക്ഷിക്കുകയും ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് മാത്രമേ ചലാൻ സ്വീകരിക്കാവൂ എന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തട്ടിപ്പ് സൂചന ലഭിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ അതിൻ്റെ ഇമെയിൽ ഐഡിയും മെയിൽ ഐഡിയും എല്ലാം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. വെബ്സൈറ്റ് ഐഡി എല്ലാം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായെങ്കിൽ തീർച്ചയായും 1930 എന്ന മാജിക് നമ്പറിൽ വിത്തിൻ 1 hour നിങ്ങൾ വിളിച്ച് അറിയിക്കേണ്ടതാണ്. എങ്കിൽ ഇത്തരം എമൗണ്ടുകൾ തട്ടിപ്പിന് ഇരയായ എമൗണ്ടുകൾ തിരിച്ചു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തും നമ്മുടെ ഇത്തരം അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ബൈ.